പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ വീഡിയോ കേൾക്കാം. നിങ്ങൾക്ക് കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക, ഏറ്റവും നല്ല ജോലിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഏറ്റവും നന്നായി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതിന് പുറമെ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാരന്റ് ആവുക, ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സമയം അവർക്ക് കൊടുക്കുക, കൂടെ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പാരന്റ് ഉള്ള കുട്ടി ഒരു കാരണവശാലും വഴി തെറ്റിപ്പോവില്ല. അത് ഉറപ്പുണ്ട്. ഒരു മയക്കമരുന്നിലേക്കോ ഈ പറയുന്ന എന്താ പറയാ ദുർബലമായിട്ടുള്ള പ്രണയങ്ങളിലേക്ക് പെടുന്ന കുട്ടികളുണ്ട്. അതെ, അങ്ങനെ ചതിക്കുഴികളിലും ഇങ്ങനെ കാര്യത്തിലേക്ക് പെടുന്ന പിള്ളേരെ ഒന്ന് വീട്ടിലൊന്ന് ശ്രദ്ധിച്ച് നമുക്കറിയാം. തത്രപ്പാടിലോടുന്ന പാരന്റ്സ് ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഇത്ര അബ്യൂസീവായ പാരന്റ്സ് ആയിരിക്കും ഒന്നുകിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് പാരന്റിംഗിൽ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ശിക്ഷണം എന്ന് പറയുന്നത് തല്ലി പഠിപ്പിക്കുന്നതല്ല ശിക്ഷണം. എടാ ഇത് തെറ്റി, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇന്ന പണി ചെയ്തുകൊണ്ട് നീ ഇത് ചെയ്തു നോക്കും. എന്റെ അനിയനെന്ന് പറഞ്ഞാൽ അവനെ കുത്തിയിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ അവൻ ദോശ ചുടുന്ന സമയത്ത് അവന് പറഞ്ഞുകൊണ്ടിരുന്ന അവൻ നന്നായി ഓർക്കും. ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ്. എനിക്ക് ഇരുന്ന് പഠിക്കണം, എന്റെ അനിയൻ നടന്ന് പഠിക്കും, മൂടി പഠിക്കും. അവൻ കിനസ്തെറ്റിക് ആണ്. അവർ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് അത് പാരന്റ്സിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ട്. മക്കളുള്ളവർക്ക് മാത്രം കേട്ടോ ഈ വീഡിയോ. കുട്ടികളുള്ളവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് റെഡിയാക്കിയതാണ് ഈ വീഡിയോ, ഈ സംസാരം. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർ, വളരെ ചെറിയ കുട്ടികളുള്ളവർ നമുക്കറിയാം. അപ്പോൾ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ ഒരു രസകരമായ സംഭവം ആദ്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ചെറിയ കുട്ടിക്ക് ജനിച്ച പാടുള്ള കുട്ടിക്ക് മുട്ടിന് ചിരട്ട ഉണ്ടാവില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയും, എടാ നിൻ്റെ ഇപ്പോൾ നമ്മളെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ, നിൻ്റെ കുട്ടിയെ നോക്കിയാൽ കുട്ടിക്ക് മുട്ടിന് ചിരട്ടയില്ല. അവരാകെ അത്ഭുതപ്പെട്ടു. ചില ആളുകൾക്ക് നോളജ് അറിയില്ല ഇത് സംഭവം. ഏതൊരു കുട്ടിക്കും ജനിക്കും. അതേപോലെ ചെറിയ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്ക് ഇതില്ലാതെ മാത്രമല്ല അവർക്ക് ശരിയായി കാണാൻ കഴിയില്ല. പലപ്പോഴും പിന്നെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ആളേമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നിട്ട് ഞാൻ പറയും, കണ്ടാ കുഞ്ഞിക്ക് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, നോക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടെന്ന് പറയും. ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും കുട്ടികൾ. അപ്പോൾ സംഭവം യഥാർത്ഥത്തിൽ കുട്ടിക്ക് മാതാവിനെ പോലും തിരിച്ചറിയാൻ സമയമായിട്ടില്ല. ആ സമയത്തായി പറയുന്നത്. മറിച്ച് മാതാവിനെ തന്നെ തിരിച്ചറിയുന്ന കുഞ്ഞി ആ ഗന്ധം കൊണ്ടാണ്, മാതാവിൻ്റെ ഗന്ധം കൊണ്ടാണ് തിരിച്ചറിയുന്നത് മാതാവിനെ, അല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ചെറിയ കുട്ടികളോട് വളരെ ശ്രദ്ധിക്കണം. നമുക്കറിയാം പലപ്പോഴും നമ്മൾ പിതാവാകുന്നതിന് മുമ്പേ, മാതാവ് ആകുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രിപ്പയറിങ് റെഡി ആയിട്ടുണ്ട്. മനസ്സുകൊണ്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അവരെ സ്വീകരിക്കാനും അവരെ വളർത്തുന്ന രീതികളും. പലരും അഫയറായിരിക്കും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ വളരെ ചെറിയ കുട്ടിയായിരിക്കും. അതേപോലെ കുട്ടി കളിച്ച് ചിരിച്ച് നടക്കാനൊക്കെ നമുക്കറിയാം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുട്ടി ഒന്ന് കമിയാൻ വേണ്ടി ശ്രമിക്കും. നമുക്കറിയാം അതൊരു നൽകുന്ന പാഠം കൂടിയുണ്ട് നമുക്ക്. ആ കുട്ടികൾ കമിയാൻ വേണ്ടി, നടക്കാൻ വേണ്ടി എടുക്കുന്ന ഭയങ്കര എഫക്റ്റ് എടുത്തിട്ടാണ് ഒന്ന് കമിയുന്നത്. അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് കമിഞ്ഞ് കുറച്ചൊന്ന് ഇങ്ങോട്ട് കമിഞ്ഞ്, അപ്പോൾ അങ്ങനെ വളരെ എഫക്റ്റ് എടുത്തിട്ട് അവർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പാഠമുണ്ട്. ഇതാണ് ജീവിതത്തിൻ്റെ പാഠം. നമുക്കൊരുപാട് മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരും, പ്രശ്നങ്ങൾ വരും. അതിനൊക്കെ തരണം ചെയ്യാൻ ഞാൻ സാധിക്കുന്നവനാണ് എന്ന് തെളിയിക്കുകയാണ് ആ കുട്ടി. അതേപോലെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നടക്കുമ്പോൾ ആ കുട്ടി നടക്കാൻ ശീലിക്കുന്നില്ല, മറിച്ച് വീണ് അങ്ങനെയാണ് ശീലിക്കുന്നത്. അതേപോലെ ചെറിയ കുട്ടികളുള്ളവർ അവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. കത്തി പോലുള്ളത്, അല്ലെങ്കിൽ തീ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ച് താഴെയിടുക, ഫ്ലാസ്ക് പോലെ വലിക്കാൻ, കുപ്പീൻ്റെ ഫ്ലാസ്കൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ വലിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ പല കാര്യങ്ങളും കുട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ സമയത്ത് തിരുത്തുന്ന രീതി വളരെ നമ്മൾ കെയർഫുള്ളായി, വളരെ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കി, ഓരോ മാതാവും പിതാവും മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ കൊടുക്കുന്നെങ്കിൽ, ഒരു ആടിനെ കൊടുക്കുന്നെങ്കിൽ, ഒരു 4 തൈ കൊടുക്കുന്നെങ്കിൽ പോലും അതെങ്ങനെ വളർത്തണം, അതെങ്ങനെ കൊണ്ടു നടക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു 40-30 മിനിറ്റൊക്കെ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് അവിടുന്നത് ആ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ അതേ അവസരത്തിൽ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു പ്രായപരിധി എത്തുമ്പോൾ ഒരു മാതാവിന്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു നല്ലൊരു പ്രായത്തിൽ അവളെ വാങ്ങി. പുരുഷനാണെങ്കിൽ ചിലപ്പോൾ അധികം ആളുകൾക്ക് ഒരു പക്വത എത്തിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സമയത്ത് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചും കുട്ടികൾ എന്താണ്, എങ്ങനെയാണ് വളർത്തുന്നതിനെ കുറിച്ചും മാതാവും പിതാവും അവർക്ക് പൂർണ്ണമായി അറിയുകയില്ല. അപ്പോൾ ഇവിടെ പൂർണ്ണമായി മനസ്സിലാക്കാത്തിടത്തോളം, അറിയാത്തിടത്തോളം ഭയങ്കര പ്രശ്നങ്ങൾ അവരുടെ വളർച്ചയിൽ, അവരെ ബാധിക്കുന്ന വിധത്തിൽ, അവരെ ഒരു കാര്യം പഠിപ്പിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് പറയുന്നിടത്ത് ഒക്കെ നമുക്ക് പിഴവ് സംഭവിക്കാറുണ്ട്. അവരെ വലിയ വളർച്ചയെ തള്ളിക്കെട്ടുന്ന രീതിയിൽ, അതുപോലെ മറ്റുള്ളവർ മുമ്പിൽ അവരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാതാപിതാക്കൾ തന്നെ അവരേറ്റവും സ്ഥാനം നൽകുന്ന, ആ കുട്ടികൾ അവരുടെ മനസ്സിൽ ഏറ്റവും സ്ഥാനം നൽകുന്ന, ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന അവർ തന്നെ അവരെ കളിയാക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഒരു പല്ലേക്കാത്ത കുട്ടിയാണെങ്കിൽ, ചെറുപ്പത്തിൽ പല്ലേക്കാൻ ഭയങ്കര വിഷമമായിരിക്കും കുട്ടി. അപ്പോൾ അത് തന്നെ മാതാപിതാക്കൾ പറ്റുകയാണെങ്കിൽ പോലും പറയും, പല്ലേക്കാൻ രാവിലെ ആരെങ്കിലും വന്നാൽ മതി. അപ്പോൾ അയൽപക്കത്തെ ആളുകൾ വരുമ്പോൾ പറയും, ഇതിൽ ഇത്ര ഒരു മടി,
പല്ലേക്കാൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിക്കിൽ ഇത്ര മടി, അങ്ങനെ പറഞ്ഞ് അവസാനം ഈ കുട്ടിക്ക് എന്തായി, ആളുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കുട്ടിയത് നമ്മൾ മനസ്സിലാക്കണം, ഓരോ പാരൻസ് മനസ്സിലാക്കണം. അപ്പോൾ കുട്ടിക്ക് മറിച്ച് നമ്മൾ ആളുകളില്ലാത്ത സമയത്ത് അവരെ ശീലിപ്പിക്കണം, നിരന്തരമായി ശീലിപ്പിക്കണം. മറിച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് അവനെ അപമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏത് കാര്യവും നമ്മൾ പറയേണ്ടത് ആളുകളുടെ മുമ്പിൽ വെച്ച് പറയേണ്ടത്. ഇന്നിപ്പോൾ മോശമാണെങ്കിലും വികൃതി ആണെങ്കിലും, വികൃതി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന വികൃതി ഞാൻ പറയാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ നമ്മളവർ ഇച്ചിരി ആ കാര്യത്തിൽ ഇതാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഏതെങ്കിലും ദിവസം തുടക്കുമ്പോഴേക്കും പലർക്കും എൻ്റെ കുട്ടി ഉഷാറാ, അവൻ കേൾക്കാതെ അവൾ കേൾക്കാതെ നമ്മൾ പറയേണ്ട വാക്ക് എൻ്റെ കുട്ടി ഉഷാറാ, എൻ്റെ മോൻ ഉഷാറാ, എൻ്റെ മോൻ അടിപൊളിയാ, അവൻ നല്ല കുട്ടിയാണ്, അവൻ അങ്ങനെയുള്ള ഇതാണ് നമ്മൾ നൽകേണ്ടത്. അതുപോലെ ചെറിയ വാശികൾ കാണിക്കുന്ന സമയത്ത് ചെറിയ വാശികൾ കുട്ടി കാണിക്കും, അത് വലിക്കാൻ ഇത് വലിക്കാൻ, തീ വലിച്ചാൽ പൊള്ളുമെന്ന് നമ്മൾ ഷാഢ്യമായി പറയുന്നതിന് പകരം കൈ കൊണ്ടൊരു നല്ല തീക്ക് മുട്ടിക്കുകയോ അല്ലെങ്കിൽ ആ ചൂടുള്ള വസ്തുക്കൾക്ക് ഒന്ന് കൈ ടച്ച് ചെയ്യിപ്പിക്കുകയോ എന്നിട്ട് അവനിക്ക് ടച്ച് ചെയ്ത് അവന് ബോധ്യം വരുത്തുകയാണെങ്കിൽ അവൻ പിന്നെ വിളിക്കില്ല. ചൂട് ചായയൊക്കെ വിട്ട് ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട്, തിരക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്, തരടാ തണിയിട്ട് അങ്ങനെ ഇങ്ങനെ ശകാരിക്കായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് ആ മെല്ലെ ആ കുപ്പി വെള്ളം, ആ ഗ്ലാസ് വെള്ളം മെല്ലെ വായിക്ക് മുട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ മെല്ലെ ചുരുക്കത്ത് മുട്ടിച്ചു കൊടുത്താൽ അപ്പോൾ പൊള്ളുമെന്ന് അവന് മനസ്സിലായി. പിന്നെ അവന് പൊള്ളുന്ന പറഞ്ഞാൽ അവന് കുറേ കാലത്തേക്ക് അത് മതി. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും വലിച്ചിടുന്ന സമയത്ത് നമ്മൾ പറയാം വലിച്ചിട്ടാൽ പൊട്ടും, അതിനെ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. ഏകദേശം നമുക്കറിയാം വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കും. കുട്ടിക്ക് അടിക്കും തല്ലുന്നെല്ലാം പറഞ്ഞാൽ അറിയും, പക്ഷേ നമ്മളെ എക്സ്പ്രഷൻ കൊണ്ടാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ചെറുപ്പത്തിൽ. അതുപോലെ 6 വയസ്സ് വരെയുള്ള 6 മാസം, ആദ്യത്തെ 6 മാസം കുട്ടി ഏറ്റവും കൂടുതൽ നോളജ് സ്വീകരിക്കുന്ന സമയം. നമ്മൾ വിചാരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ശാരീരിക ബന്ധത്തിലേർപ്പെടുക, അവരെ മുമ്പിൽ പലതും ചെയ്യുമ്പോൾ ചെയ്യും. കാരണം നമ്മൾ എന്താ വിചാരിക്കുന്നത് ചെറിയ കുട്ടികളൊന്നും അറിയില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ നോളജ് സ്വീകരിക്കുന്ന സമയമാണെന്നാണ് ശാസ്ത്രീയ ലോകം പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും വളരെ ചെറിയ കുട്ടിയാണെങ്കിലും അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്തും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുന്ന രീതിയിലെ വാക്കുകൾ ഒരിക്കലും പറയരുത്. അതേപോലെ ഇപ്പോൾ ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര, പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബൊമ്മയോ ഒരു പൂച്ചക്കുട്ടിയോ ഒന്നും കിട്ടി അവിടെ കളിച്ച് ഇവിടെ കളിച്ച് ആ സൈഡിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ആൺകുട്ടിയാണെങ്കിൽ പലപ്പോഴും മതിൽ കയറാനും ജനൽ പിടിച്ച് കയറാനും അവിടെ കയറി ഇവിടെ കയറി കട്ടിലിൽ കയറി. പക്ഷെ അവർ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടി ഭയങ്കര വികൃതിയാണ്, അയ്യോ എന്തൊരു കുരുത്തക്കടാപ്പാവന് എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല, നമുക്കൊക്കെ എനർജി ഉണ്ട്. നമ്മുടെ എനർജി നമ്മളിങ്ങനെ സംസാരിക്കുന്ന എനർജി വേണം. അതേപോലെ നമ്മളുടെ എനർജി പലതിനും നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെ വെള്ളം കോരാൻ പോകുന്നു, അല്ലെങ്കിൽ ആലുക്കളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നു. അടിക്കുക, തുടക്കുക, വാരുക, അടിക്കുക, അല്ലെങ്കിൽ ഉള്ളു തുടക്കുക, അങ്ങനെ പല രീതിയിൽ അവരെ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ട് അവരെ ഊർജ്ജം അവർ ചിലവാക്കുന്നു. ഈ കുട്ടിക്ക് ഊർജ്ജമുണ്ട്, ഈ കുട്ടിക്ക് നല്ല ഊർജ്ജമുണ്ട്. കുട്ടികൾക്ക് നമുക്കറിയാം അവരുടെ കൂടെ കളിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, അവരുടെ കൂടെ ഓടിക്കളിച്ചാൽ നമ്മൾ പരാജയപ്പെടും, അവരുടെ കൂടെ എന്തെങ്കിലും പന്ത് തട്ടി കളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം പിടിക്കും. അവർക്ക് ക്ഷീണം പിടിച്ചിട്ടില്ല, അവർ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് അത്രയും എനർജി ഉണ്ട്. അവർക്ക് ആ എനർജി അവരെങ്ങനെയാണ് ചിലവാക്കേണ്ടത്? പിന്നെ അവർ ജനലിൽ കയറും, കട്ടിലിൽ കയറും, അവിടെ കയറി തുള്ളും, ഇവിടെ കയറി തുള്ളും, അത് പോയി വലിക്കും. അവരെ എനർജിയാണ് അവർ ചിലവാക്കുന്നത്. അതേപോലെ ചില കുട്ടികൾ, പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, അവൻ എന്തൊരു തുണിപ്പായ ഇടൂല, ഒരു വസ്ത്രം ഇടൂല. അത് നമ്മൾ പറയുന്നതിൻ്റെയും ചെയ്യിപ്പിക്കുന്നതിൻ്റെയും രീതി തെറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സ് ഇടാത്തൊരു കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ ഷഡ്ഡി ഇടാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു ഷഡ്ഡിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി എന്നുള്ള ക്ലാപ്പെല്ലാം കൊടുത്ത് നല്ലൊരു ഷെയർ കൊടുത്താൽ, അതുപോലെ പല കാര്യത്തിലും നമുക്ക് അവർക്ക് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് വലിയൊരു നമുക്ക് കൊടുക്കാൻ ചെയ്യണം. നമ്മൾ എത്ര വലുത് ചെയ്താലും, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, അത് എന്ന് വെച്ചാൽ നല്ലതൊന്ന് പറയുക, നല്ലൊരു കമൻറ്റ് പറയുക, നല്ലൊരു ലൈക്ക് കൊടുക്കുക, നല്ലൊരു കമൻറ്റ് പറയുക, നല്ലൊരു അപ്രോച്ച്, അതായത് സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ലതാണ്, നൈസ് ഇങ്ങനെയുള്ള നല്ല കമൻറ്റുകൾ പറയാൻ വളരെ മടിയാണ് നമുക്ക്. അപ്പോൾ ഇത് ഈ ഭാഗത്തും വരുന്നുണ്ട്, നമ്മളെ പാരൻറ്റിങ്ങിലും വരുന്നുണ്ട്. ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നിടത്തും കുട്ടികളോട് പെരുമാറുന്നിടത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വലിയ ഇത് കൊടുക്കുക. നമ്മൾ ചെറിയ കാര്യങ്ങൾ, ചെറിയ അച്ചീവ്മെൻറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ എന്തെങ്കിലും കല്ലൊക്കെ എടുത്ത് ചട്ടി വെച്ച് നമ്മൾ പണ്ടൊക്കെ കളിക്കാറുണ്ട്. അതുപോലെ കുട്ടികളൊന്നിച്ച് നമ്മൾ കളിക്കുക, മുറ്റത്ത് കളിക്കാൻ വിടുക. മഴ നനഞ്ഞാൽ പ്രശ്നമാണ്. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് വീട്ടുകാർ, മഴ നനഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും മഴ നനയണം, ചെരുപ്പിടാതെ നടക്കണം എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. ചെരുപ്പിടാതെ അത്യാവശ്യം നടക്കണം കുട്ടികൾ. മഴയൊക്കെ അത്യാവശ്യം നനയണം, വെള്ളത്തിലും ഇതിലൊക്കെ കളിക്കണം കുട്ടികൾ.
ഏറ്റവും ഇതുപോലെ പലരും പിടിച്ചു വെക്കാറ് കുട്ടികളെ പിടിച്ചു വെച്ച് വളർത്തുന്നവരെ പലരും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല മാതാവിനെയും പ്രത്യേകിച്ച് പിതാവ് ഗൾഫിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അവിടെ പരിക്കുപറ്റി ഇവിടെ പരിക്കുപറ്റി കേൾക്കാനേ കഴിയും മാതാവിന്. അപ്പോൾ അവരെ പുറത്തേ വിടില്ല. പുറത്തേ ബോൾ കളിക്കാനോ എന്തെങ്കിലും ഇതാക്കാനൊക്കെ പോയാൽ ചെറിയ ചെറിയ പരിക്കുകൾ പറ്റും കുട്ടിക്ക്. ഇത് വീണാൽ തന്നെ ഭയങ്കര പ്രശ്നം. കുട്ടികൾ വീഴും. ഒരു 10 വട്ടം വീണാൽ അവന് ശരിയാവും, പ്രശ്നമില്ല. വലിയ വീഴ്ചയല്ല പറഞ്ഞത്. പക്ഷേ ചെറിയ ചെറിയ വീടുകൾ, എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് കുട്ടി ആ മതിലവിടെ കല്ലുണ്ടെങ്കിൽ അവിടെ ഒരു 3 പ്രാവശ്യം പോകും. 4ാമത്തെ പ്രാവശ്യം കുട്ടിക്കറിയാം അപ്പുറത്തേ പോകണമെന്ന്. ഓട്ടോമാറ്റിക്കലി പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ. ചിലത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഫൈറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ചാടിക്കുക, ഇത് കൊച്ചിക്ക് ധൈര്യം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ചില ചിത്രങ്ങൾ കാണിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാതെ, ചിത്രങ്ങൾ അടക്കം നമുക്കറിയാം മൈൻഡിൽ നല്ല സ്റ്റോറേജായി നിൽക്കും. അതേപോലെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതി. അതുപോലെ ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ തന്നെ ഇപ്പോൾ ഭക്ഷണം കൈകൊണ്ട് കഴിക്കുന്ന പ്രായമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഭക്ഷണം ഒരു പ്ലേറ്റിൽ കൊടുക്കുക. അവന് വേണ്ടി പ്രത്യേകം പ്ലേറ്റ് വാങ്ങുക, നല്ല മോഡലായിട്ടുള്ള പ്ലേറ്റുകൾ, കള്ളിയൊക്കെ ആയില്ല നമ്മൾ മെമ്പറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ മുട്ട, ഇവിടെ സാമ്പാർ, ഇവിടെ ദാല്, ഇവിടെ അങ്ങനെ മെമ്പറിൻ്റെ പ്ലേറ്റൊക്കെ ഇല്ലേ, അതുപോലത്തെ കുട്ടിക്ക് 2 കള്ളിയിലെ പ്ലേറ്റൊക്കെ വാങ്ങി, നല്ല മോഡൽ പ്ലേറ്റൊക്കെ വാങ്ങി, നല്ലൊരു ക്ലാസ് വാങ്ങും. അപ്പോൾ അവന് തന്നെ സ്വയം കുടിക്കാനും സ്വയം തിന്നാനും കഴിയും. ചില വീടുകളിൽ നമുക്ക് കാണാം, അവരെത്ര കുട്ടി വലുതായാലും എൻ്റെ കുട്ടി ഒന്നും കഴിക്കില്ല, എൻ്റെ കുട്ടി ഒന്നും കഴിക്കില്ല എന്നൊരു വാരി തൂത്തി കൊടുക്കുന്നത് വായിലേക്ക്. പക്ഷെ അങ്ങനെയല്ല, ഒരു അത്യാവശ്യം ഭക്ഷണം മതിയാകും കുട്ടികൾക്ക്. ഇപ്പോൾ ചില ചോക്ലേറ്റൊക്കെ നല്ല കലോറി ഉണ്ട്, 500 കലോറി. ഒരു ബിരിയാണിൻ്റെ കലോറിയാണ് ഒരു ചോക്ലേറ്റിലുള്ള ചില ചോക്ലേറ്റുകൾ. അത് കുട്ടി 1, 2 തിന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കുക. നമ്മളെന്താ പറയുക, എൻ്റെ കുട്ടിക്ക് ഒന്നും വേണ്ട, ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെയല്ല, മറിച്ച് ചോക്ലേറ്റ് കൊടുക്കുന്ന കുറക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുന്ന കുറക്കുക, ഒരുപാട് ചായ കൊടുക്കുന്ന കുറക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക, മധുരമൊക്കെ പരമാവധി കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. ചോക്ലേറ്റ് ചോദിക്കും, ബിസ്ക്കറ്റ് ചോദിക്കും. അപ്പോൾ നമ്മളതിൻ്റെ എണ്ണം പരിമിതികൾ നമ്മൾ ചെയ്യണം. ചില ആളുകൾ പറയാറുണ്ട് കുട്ടിക്ക് ഒരു പാക്കറ്റ് തന്നെ വാങ്ങണം എന്ന് വെച്ചിട്ട്. പാക്കറ്റ് കൊടുത്താലേ ശരിയാവും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടെക്നിക്ക് ചില സ്ഥലത്തൊക്കെ പാലിക്കേണ്ടതുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചോദിക്കുന്ന കുട്ടിക്ക്, മോനെ ഇന്നിങ്ങനെ മോനെ ഒരു പാക്കറ്റ് ചോദിക്കണ്ട, എൻ്റെ കുഞ്ഞിനെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തത് എത്രയേ ഉള്ളൂ. ഇതിത്താക്ക് ഇത് കുഞ്ഞിക്ക്, ഇതിത്താക്ക് ഇത് കുഞ്ഞിക്ക്, ഇത് ഉമ്മാക്ക് ഇത് കുഞ്ഞിക്ക് കുഞ്ഞിക്കരും. എന്നിട്ടിപ്പോൾ അവന് കുറച്ച് കൊടുത്താൽ തന്നെ ബാപ്പാക്ക് 2 ഉമ്മാക്ക്, അപ്പോൾ ഇത്തത്താക്ക്, അപ്പോൾ ഓൻ തന്നെ തരും. അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ നമ്മളെ ഉദ്ദേശം എന്താ, എല്ലാവരും തിന്നിക്കലല്ല, മറിച്ച് കുട്ടി തിന്ന് കുറക്കുക. അങ്ങനെ പല രീതിയിൽ ഐഡിയകൾ പഠിക്കേണ്ടി വരും, പലതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പാരൻറ്റിങ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലാണ്. ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോകാൻ, ഇപ്പുറത്തെ വീട്ടിൽ പോകാൻ ചില ആളുകൾ പിടിച്ചു വെക്കും കുട്ടീനെ. ഞാൻ പറഞ്ഞു നേരത്തെ, പിടിച്ചു വെക്കാൻ പാടില്ല, മറിച്ച് പലരായി കളിക്കുമ്പോഴും പല കുട്ടികളുടെ കൂടെ കൂടുമ്പോഴും പല ഇതും അവന് പല വികൃതി മറന്നിട്ടുണ്ടാകും, പല വാശിയും അവനെ മാറിപ്പോവും കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ. ഇപ്പം നമുക്ക് ലുഡോ പോലുള്ള കളികൾ നമ്മൾ കളിക്കാറുണ്ട് വീട്ടിൽ. ഇത് കളിക്കുമ്പോൾ എന്താ വെച്ചാൽ അവന് കാത്തിരിക്കുക എന്ന ഇത് വരും. ഒരാൾ കളിക്കുന്ന കണ്ടാൽ തന്നെ അവന് തോന്നും, അവന് വെയിറ്റ് ചെയ്യുക എന്നൊരു ഇതുണ്ട്. അതുപോലെ അവരുടെ ക്ഷമ പാലിക്കണം, അങ്ങോട്ട് കുറച്ച് സാധനം പാലിക്കണം, അങ്ങോട്ട് കുറച്ച് ക്ഷമിക്കണം, അല്ലേ, കൂട്ടായിട്ട് ചെയ്യുന്നത്, സംഘമായിട്ട് ചെയ്യുന്നത്. കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും അവൻ്റെ സംസാരത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ കുട്ടികൾ തന്നെ അങ്ങനെ വണ്ടി കളിക്കുക. അതുപോലെ ചില കുട്ടി, എൻ്റെ മോന് ആർക്കും ഒരു വണ്ടിയും കൊടുക്കില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ കുട്ടിയുമായി മറ്റൊരു വീട്ടിൽ പോയപ്പോൾ അവന് കുറച്ച് 1ാം ക്ലാസ് പഠിക്കുന്ന അത്ര പ്രായമുള്ളൂ, ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൻ്റെ എല്ലാ വണ്ടികളും കൊണ്ട് ഇങ്ങനെ കൊടുക്കുക കളിക്കാൻ. എന്നിട്ട് കൊണ്ടുപോയിക്കും, വേണം കൊണ്ടുപോയിക്കോ കേട്ടോ, കുഞ്ഞ് കൊണ്ടുപോയിക്കോ, അവൻ്റെ കൊടുക്കുക എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ബിൽഡ് ചെയ്യുന്നു വെച്ചാൽ, ചെറുപ്പത്തിലെ കുട്ടികളൊന്നും കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ച് കൊടുക്കണ്ട, മറ്റേ കുഞ്ഞ് വരുന്നുണ്ട് കൊടുക്കല്ല, അല്ല മുട്ടായി പാക്കറ്റ് പൊട്ടിച്ചിട്ട് 30 രൂപ എന്നൊക്കെ വന്ന് മുട്ടായി ചോക്ലേറ്റൊക്കെ പൊട്ടിച്ചിട്ട് അതാ അങ്ങോട്ട് കാണിക്കണ്ട, ആയിരിക്കും കാണിക്കണ്ട അടുത്തൊക്കെ. അത് എന്തുകൊണ്ട് വെച്ചാൽ ഭാവിയിൽ പല ദോഷങ്ങളും വരുന്നുണ്ട് എന്നെക്കൊണ്ട്. ഭാവിയിൽ ഇപ്പോൾ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കുക, അല്ലെങ്കിൽ മാതാവിനും പിതാവിനും ഗ്രാൻഡ് ഫാദറിനൊന്നും കൊടുക്കാതെ ഭാര്യയും ഭർത്താവും മാത്രം ഒളിപ്പിച്ച് തിന്നുക എന്നതിലേക്കെല്ലാം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും അങ്ങനെ അവർ പരാതി പറയാറുണ്ട്. ഒരുപാട് പ്രായമായിട്ടാകുമ്പോൾ നമുക്കൊന്നും തരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നില്ല. ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് തെറ്റിപ്പോയോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കുമിലി പൊന്തും പോലെ, മഴക്കാലത്ത് കുമിലി പൊന്തും പോലെ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാതാവിനെ അടിക്കുന്ന വീഡിയോകൾ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന വീഡിയോകൾ, പിതാവിനെ അടിക്കുന്ന വീഡിയോകൾ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാകാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൂർണ്ണമായി ചെയ്യുക. പിന്നെ വരുന്നതിനെക്കുറിച്ച് നമുക്ക് അതല്ല, നമ്മളിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഴിയുന്നത്ര പരമാവധി നോക്കി ശ്രമിച്ച് നല്ല രീതിയിൽ വളർത്തി ആ കുട്ടികളെ വളർത്തിയെങ്കിൽ പിന്നീട് എന്തെങ്കിലും അവരെ കൊണ്ടുവന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമുക്ക് എന്താക്കണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാറേ നമ്മൾ കഴിയുന്നത്ര നമ്മൾ ചെയ്തിന്, പിന്നെ അതുകൊണ്ട് നമുക്ക് അത്ര മാനസികമായി നമ്മൾ പിരിമുറുക്കത്തിൽ ഉണ്ടാവുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ സംഭവം, ഒരു മകനെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് അവനെ പോറ്റി വളർത്തി, അപ്പുറം കളിക്കാനും ഇതാക്കാനും വിട്ടില്ല. എന്നിട്ട് കൂട്ടുകൂടിയ മോശമായി പോകേണ്ട വന്നിട്ട് അവസാനം ജിമ്മിലേക്കൊക്കെ പറഞ്ഞ വെച്ചാൽ ജിമ്മിലൊക്കെ പോയി ഉഷാറാട്ട കുട്ടിയാണ്, ഒരാൺകുട്ടിയാണ്.
അവസാനം ജിമ്മിലേക്കൊക്കെ പോയി ഉഷാറായി. അവസാനം നല്ല ജോലിയൊക്കെ കിട്ടി. ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെ നല്ല ജോലിയൊക്കെ കിട്ടി. പക്ഷേ എന്തോ മയക്കുമരുന്നിനോ എന്തോ അഡിക്റ്റായി വന്നിട്ട് പിന്നീട് അവന് ക്യാഷില്ല, ഇതൊന്നും വാങ്ങാൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ പിതാവിനെ ദ്രോഹിക്കാനും അടിക്കാനൊക്കെ തുടങ്ങി. പിതാവിൻ്റെ കാല് മുട്ട് തല്ലി ഓടിച്ചു. എന്നിട്ട് അയാൾ പരാതി പോലും പറഞ്ഞില്ല. പിന്നീട് ആ പരാതി പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ മോനൊന്നും ചെയ്യേണ്ട, കാരണം എന്താ, അത്രയും സ്നേഹമാണ് മോനോട്. എന്നിട്ട് കാല് തല്ലി ഓടിച്ചിട്ട് പോരാ, അത് ഞാൻ വീണു പോയതെന്ന് പറയാം ഈ പിതാവ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഇനി കുറച്ചങ്ങോട്ട് കുട്ടികളെ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന ഒരു സമയം. ഇതുവരെ നമ്മൾ ചെറിയ കുട്ടികൾ എന്താണ് പറഞ്ഞത്, ഉറങ്ങുമോനെ, രാവിലെ എണീക്കാനായിട്ടില്ല മോനെ, ഉറങ്ങുമോനെ, നിങ്ങൾ ഉറക്കുക. രാവിലെ എണീക്കുമ്പോൾ പല ആളുകളും തടയും കുട്ടികളെ എണീപ്പിക്കുന്നതിൽ. രാവിലെ എണീച്ച് ശീലിപ്പിച്ചാൽ നല്ലതാണ്. പിന്നെ അവന് ഉച്ചയ്ക്ക് അത്യാവശ്യം ഉറക്കാം, സ്കൂളിൽ പോകുമ്പോൾ ശരിയാവും അത്. പിന്നെ കുറച്ച് സ്കൂളിലൊക്കെ പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് പ്രത്യേകം കെയർ ചെയ്യണം. അവരെ ബാഗുകൾ ഒരുക്കി വെക്കുക, ടൈം ടേബിൾ ശീലിപ്പിക്കുക. വളരെ ചെറുപ്പത്തിൽ ആ ടൈം ടേബിൾ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ പ്രായം കൂടുമ്പോൾ ആ ഒരു ചിട്ട അവർ പാലിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അവരെ ചെരുപ്പ്, അവരെ വസ്ത്രങ്ങൾ അത് നേരെ വെക്കാനും മടക്കി വെക്കാനും ചെറിയ ചെറിയ ജോലികൾ അവർക്ക് കൊടുക്കുക. ഒരു പ്രശ്നമില്ല. അവർ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാൻ എന്താ പ്രശ്നം? അത് കൂട്ടത്തിൽ വേണ്ട അനിയൻ്റെയോ പ്ലേറ്റ് ഒന്നും ശീലിപ്പിച്ചാൽ ഒരു പ്രശ്നമില്ല. അവൻ്റെ കിടക്കുന്ന പായയും അവൻ്റെ ബെഡ്ഷീറ്റും തട്ടിപ്പിരിച്ച്, എല്ലായിടത്തും പായയില്ലല്ലോ പണ്ടത്തെ പോലെ, ബെഡ്ഷീറ്റും തട്ടിപ്പിരിക്കാനും ഇതാക്കാനും ഒതുക്കി വെക്കാനും മടക്കി വെക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ പ്രശ്നം? അത് കുട്ടി ശീലിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ശീലിപ്പിച്ചാൽ അതിൻ്റെ നല്ല അപ്രോച്ചിങ് കൊടുക്കുക, നല്ല ഒരു ചുംബനം കൊടുക്കുക. കുട്ടികൾക്കത് മതിയാകും. പലപ്പോഴും പല വേഗം വലിയ സമ്മാനം കൊടുക്കണം, വലിയ ഗിഫ്റ്റ് കൊടുക്കണം വേണ്ട. ഒന്ന് പുറത്ത് പോയിട്ട് നല്ല ചോക്ലേറ്റ് കൊടുത്തിട്ട് അത് എടുത്ത് വെക്കുക, ചോക്ലേറ്റ് കൊണ്ടു ഒന്നാമത് കൊടുക്കാതെ. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടാകുമ്പോൾ ആ സമയത്ത് ആ ചോക്ലേറ്റ് കൊടുക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുക, നല്ല സന്തോഷം. നെറ്റിയിൽ ചുംബനം നൽകുക, കവിളത്ത് ചുംബനം നൽകുക. ചുംബനങ്ങൾ നൽകുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് മക്കളുമൊത്ത്. ഇഷ്ടംപോലെ ചില ആളുകൾ പറയാറുണ്ട്, എന്താ ഇത്ര കുറച്ച് വലിയ കുഞ്ഞ്. പ്രവാചകൻ്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫാത്തിമ റളിയല്ലാഹു ഒരുപാട് വലുതായിരിക്കെ പ്രവാചകൻ വരുമ്പോൾ, പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ടാകും. കാരണം രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്നിട്ടാകുമ്പോൾ പോലും ആ കുട്ടിയെ സ്വീകരിക്കുന്ന രീതി ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഫാത്തിമ പിന്നീട് പറയാൻ എനിക്കൊരു നാണം പോലെ തോന്നിപ്പോൾ ആളുകളെ മുമ്പിലൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അത്രക്കും ആ കെയർ ചെയ്യണം മകളെ. അപ്പോൾ അതുപോലെ നമ്മൾ പലപ്പോഴും മടി കാണിക്കാറുണ്ട് ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ. ഞാൻ എൻ്റെ മസിൽ ഇങ്ങനെ ദം പിടിച്ച് മസിൽ, അങ്ങനെയല്ല. മസിൽ പിടിക്കണ്ടല്ല, നമ്മളെ കൂടെ അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ എന്തെങ്കിലും കളിക്കുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, സാറ്റ് കളി, എന്താകട്ടെ. പലപ്പോഴും എന്നെ കുട്ടിപ്രായം മാറിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇപ്പുറമുള്ള ആളുകൾ പറയും, അപ്പുറമുള്ള ആളുകൾ കുറ്റപ്പെടും, ഓനിപ്പോൾ അന്ന് പറഞ്ഞിട്ട് ആളുകൾ. നമുക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ കുട്ടികളുടെ സന്തോഷം, നമ്മുടെ ഭാര്യയുടെ സന്തോഷം അതൊക്കെ വലുതാണ്, വളരെ വലുതാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവർ ഏത് കണ്ണിലൂടെ കാണുന്നു എന്ന് അത് നമ്മൾ വിഷയമല്ല. അത് അവരെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ കുട്ടി സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞു, ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് പിന്നീട് ഒരു പ്രാവശ്യം കേൾക്കാം, അല്ലെങ്കിൽ നിർത്തി കേൾക്കാം, ഒരു 15 മിനിറ്റൊക്കെ കേട്ടിട്ട്. കാരണം ഒരു 15 മിനിറ്റോളം മനുഷ്യന് കൃത്യമായി പൂർണ്ണമായി ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാനൊക്കെ പറ്റും. പിന്നെ മാറി മാറി കേൾക്കാം, പിന്നെയുള്ള സന്ദർഭങ്ങളിൽ കേൾക്കാം. ഒരു മുഴുനീള വീഡിയോ യൂട്യൂബിൽ ചെയ്യണമെന്ന ഒരു ഉദ്ദേശം കൂടി ഇതിലൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഈ കുറച്ച് വലിയ കുട്ടികളെ ഒക്കെ സ്കൂളിലൊക്കെ പോകാനാകുമ്പോൾ അവരുടെ ടൈം ടേബിൾ എടുക്കാനും, അവരുടെ പുസ്തകങ്ങൾ ഇതാക്കാനും, അവരുടെ യൂണിഫോം നല്ല ക്ലീനാക്കി വെക്കാനും, പുറത്ത് പോകുമ്പോൾ ഇല്ലാതെ എന്തെങ്കിലും ചെരുപ്പും ഇതും കാര്യങ്ങളൊക്കെ രാത്രി ഒന്ന് റെഡിയാക്കി വെക്കാനും, രാവിലെ വൈകി ഓടുമ്പോൾ തിരക്കുകളുടെ അവസ്ഥയല്ല, മറിച്ച് ആ ഒരു ടൈം ടേബിൾ രീതി, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. ചെറുപ്പത്തിലെ ശീലിപ്പിച്ചാൽ വളരെ നല്ലതാണത്, വളരെ വളരെ നല്ലത്. പലപ്പോഴും ചെറുപ്പത്തിൽ വാച്ച് കെട്ടാനൊക്കെ ശീലിപ്പിക്കുക, വാച്ചൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അതൊക്കെ അവരെ ആ ടൈം ടേബിൾ നോക്കാനും, ആ സമയം നോക്കാനും, കൃത്യസമയത്ത് വരണമെന്നും കൃത്യസമയത്ത് പോകണമെന്നും, കൂട്ടുകാരുടെ കൂടെ പോകണമെന്നും, അങ്ങനെ പല നിയമങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരും, ടീച്ചർ ശ്രദ്ധിക്കണം, ക്ലാസ് ശ്രദ്ധിക്കണം, അത് നമുക്ക് പരമാവധി പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാം പല ക്ലാസ്സുകളിലും ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കുറവായിരിക്കും. അതുപോലെ കുറച്ച് കുട്ടികളാണ് ആ ക്ലാസ് റൂമിൽ ഇല്ലെങ്കിൽ ആ കുട്ടികൾ പഠിക്കാൻ ചാൻസ് വളരെ കൂടുതൽ പഠിക്കാൻ, നല്ല വിദ്യാർത്ഥികളാകാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അവരുടെ മെമ്മറിയിലൊന്നും പ്രത്യേകത സംഭവിക്കുന്നില്ല, മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് ആ ടീച്ചർക്ക് എല്ലാ കുട്ടികളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നല്ലൊരു ബൗണ്ട് ടീച്ചറും കുട്ടികളുമായി സൃഷ്ടിക്കുക. അതുപോലെ ആ പേരൻസുമായി നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ കൃത്യമായി പോകുക. പലപ്പോഴും സ്കൂളിലൊക്കെ മീറ്റിങ്ങിന് പോയാൽ പരാതി പറയാറുണ്ട്, എൻ്റെയൊക്കെ ഭാര്യ അധികം പോലെ ഞാൻ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ പോയാൽ ഒരുപാട് കുറവായിരിക്കും, ഒരുപാട് കുട്ടികളുടെ പേരൻസ് വന്നിട്ടുണ്ടാവില്ല. കാരണം അവർ വിചാരിക്കുന്നത് പാടെ പറഞ്ഞ തന്നെ പറയുന്നത്, എപ്പോൾ പോയാലും ഈ പറഞ്ഞ തന്നെ കുട്ടികളെ പരാതി ചെയ്ത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. ആ കുട്ടികൾക്കൊരു നാണക്കേടുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ ചെറിയ മോൾക്കാണെങ്കിൽ, നടുക്കത്തെ മോൾക്കാണെങ്കിൽ വാശി പിടിക്കും പോകാൻ വേണ്ടി. എന്നോട് പറഞ്ഞു, വാപ്പ ഉണ്ട്, ഉമ്മ വന്നാൽ മതി, എല്ലാ കാര്യം കേട്ടിട്ട് കുറേ സമയം അവിടെ ഇരിക്കും, എണീച്ച് കിടക്ക് പോവില്ല.
ഞാനങ്ങനെ പോകില്ല. പക്ഷേ നമുക്ക് 2 കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, മൂത്ത മോളെയും ചെറിയ മോളെയും. അപ്പോൾ മാറി മാറി ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല പഠിക്കുന്ന കുട്ടികളെ നമ്മളവിടെ സെലക്ട് ചെയ്ത് തീരുമാനിക്കാം. അതുപോലെ നമ്മൾ അവർ കൂടെ സ്പെൻഡ് ചെയ്യാനും അവർ സ്കൂളിൽ പോകാനും. അതുപോലെ ചില നമുക്കറിയാം ചില കുട്ടികൾ അവരുടെ കൂട്ടുകാർ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. കുറച്ച് അറിയാനൊക്കെ ആകുമ്പോൾ അവർ വരും. അപ്പോൾ നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുക്കണം ആ കൂട്ടുകാരികൾക്ക്. ചെറുപ്പത്തിലെ ആ കൂട്ടുകാരി നമ്മൾ അവൻ്റെ കൂട്ടുകാരി അവർക്ക് കാരണം വലിയ വലിയ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട് ആ കൂട്ടുകാരിക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അങ്ങനെയാണ്, എനിക്ക് ചോക്ലേറ്റ് കൊടുത്തരും, അന്ന് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് പോകല്, ഒന്നിച്ചാണ് വരല്, ഒന്നിച്ചാണ് ഞങ്ങൾ ഇൻ്റർവെല്ലിന് കളിക്കാൻ പോലെ, PT പീരീഡ് ഞങ്ങൾ ഒന്നിച്ചാണ് കളിക്കൽ, ഒന്നിച്ചാണ് ഞങ്ങൾ വായിക്കൽ, ഞങ്ങൾ ഒന്നിച്ചാണ് ഡിസ്കസ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് കാണാം വാട്സപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പഠിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ അവർക്കൊരു സ്ഥാനം കൊടുക്കണം. അവർ കുട്ടികളെ കുറച്ച് വലുതാകും പോലെ എത്ര പ്രായത്തിൽ അവർ കുട്ടികൾ വന്നാലും നമുക്കറിയാം കുട്ടികളുടെ മൈൻഡിൽ നിൽക്കും. അത് നമുക്കൊരു നല്ലൊരു പിതാവ് എന്നൊരു ബോണ്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കാരണം അവരെ സ്വീകരിക്കുക, ആ കൂട്ടുകാർ പോലെ വന്നാൽ പോലും അവരെ സ്വീകരിക്കുക. അതുപോലെ നല്ല നല്ല ഉപദേശങ്ങൾ നൽകുക. അതുപോലെ എന്തെങ്കിലും ഇടയ്ക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അവർ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കൂട്ടാകുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കാണും. അപ്പോൾ നമ്മളെ കുട്ടിയുണ്ട്, കൂടെ 2-3 കുട്ടികളും ഉണ്ട്. അപ്പോൾ അവരെയും കൂടി കയറ്റുക, നമ്മളെ വെഹിക്കാണെങ്കിൽ അവരെ കൊണ്ടുവിടുക. എന്നിട്ട് അവർ എന്തെങ്കിലും ചോക്ലേറ്റ് അവർക്ക് വാങ്ങിക്കൊടുക്കുക. അതൊക്കെ ആ സൗഹൃദം നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ കൂട്ടുകാരികൾ ആരാണ് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ആരാണ് കൂട്ടുകൂടുന്നത്, ഏറ്റവും പേച്ചു പോകുന്ന, ഏറ്റവും മോശത്തേക്ക് പോകുന്ന ആരാണ്, ഏറ്റവും മോശം കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കുക. അതുപോലെ ഈ ടൈം മാനേജ്മെൻറ്റും, അതുപോലെ അവരെ ടൈം ടേബിൾ നോക്കലും, അവരവരുടെ കാര്യങ്ങൾ നോക്കലും, അല്ലെ അവരുടെ വസ്ത്രം മടക്കി വെക്കുക, ചെറിയ പണികൾ, അവരെ ബെഡ് വിരിക്കുക, ഞാൻ പറഞ്ഞല്ല, അതൊക്കെ എല്ലാം ക്ലിയറായി നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കുക. അതുപോലെ അവർ പറയുന്ന കാര്യം ഈ ചെറുപ്പത്തിലൊരു ഇതുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല പാരൻസും പറയാറില്ല, എന്താ പറയുക, എൻ്റെ കുട്ടി ഒരു പരാതി ഹെഡ്മാസ്റ്ററോട് പരാതി പറഞ്ഞു, പോലീസുകാരനോട് പരാതി പറഞ്ഞു, വലിയ കുട്ടിയായിരിക്കെ. അപ്പോൾ ആരെങ്കിലും ഒരു മോശം ബാഡ് ടച്ച് ആ കുട്ടിയെ നടത്തി. അപ്പോൾ അവർ പരാതി പറഞ്ഞാൽ പോലീസുകാരനോട്, ഹെഡ്മാസ്റ്ററോട്, ടീച്ചറോട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഉപ്പാനോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് ആളെപ്പാട് പറഞ്ഞില്ല, എത്ര വലിയ ആങ്ങളുണ്ട്, ആങ്ങളിനോട് പറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. സ്കൂളത്തെ കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പ്രായത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് കാര്യങ്ങളും ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ പിതാവ് ഇങ്ങനെ അല്ലെങ്കിൽ മാതാവ് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മൊബൈലിങ്ങനെ തോണ്ടിക്കൊണ്ട് അത് ശ്രദ്ധ കൊടുക്കാതെ വലിയൊരു കാര്യമാക്കാതെ ഒരു സിമ്പിളായിട്ട് നിസ്സാരം എന്ന് നമ്മൾ പറയാറില്ല, നിസ്സാരമായിട്ട് വിടുകയാണെങ്കിൽ പതിയെ ആ കാര്യങ്ങൾ പറയുന്ന കുട്ടി മതിയാകും. പിന്നെ എന്ത് കാര്യമുണ്ട് പറയില്ല. ആദ്യം ഒരു കാര്യം പറയുമ്പോൾ നമ്മളതിന് വലിയ കെയർ കൊടുത്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനും നല്ലൊരു മറുപടി പറഞ്ഞു കൊടുത്തില്ല. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ജെമിനിലൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. എന്താ എത്ര സൗകര്യങ്ങളുണ്ട്, നമുക്കൊന്നും അറിയില്ല, നമ്മൾ പഠിച്ചില്ല, ശരിയാ, നമ്മൾ പണ്ട് പഠിച്ചില്ല, നമ്മളെ സാഹചര്യം അങ്ങനെയായിരുന്നു, എന്തോ ആട്ടെ. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഇന്ന് പല സൗകര്യങ്ങളുണ്ട് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും. അവരിന്ന് ചോദ്യം ഇന്നിപ്പോൾ പാപ്പക്ക് നോക്കട്ടെ, നമ്മൾ അറിയില്ല, വൈകുന്നേരം പറഞ്ഞുതരാം, വൈകുന്നേരം നമുക്ക് സെർച്ച് ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പലതും നമ്മൾ പഠിക്കേണ്ട ഒരു പുതിയ പാരന്റുകൾ പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. പിന്നെ എന്താ ചെയ്യുക, അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണ്ടേ, അവർ നമ്മളെ നാളെ നോക്കണം, അതുപോലെ അവർ നല്ല ഉന്നതിയിലേക്ക് എത്തണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ അവർ കേൾക്കാൻ നമ്മൾ തന്നെ എതിരാകുക, അവർ കേൾക്കാൻ. ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടാലുള്ള ഗുണം, നമ്മൾ കേട്ട് വന്നാൽ വലിയ പ്രശ്നങ്ങൾ അവർ വരുമ്പോൾ നമ്മളോട് പറയും. എന്തുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു, എന്തുകൊണ്ട് അയൽപക്കത്തോട് പറഞ്ഞു, എന്തുകൊണ്ട് മാഷോട് പറഞ്ഞു, എന്തുകൊണ്ട് പോലീസുകാരനോട് പറഞ്ഞു, അങ്ങനെയല്ല. മറിച്ച് എല്ലാം നമ്മൾ കേൾക്കുന്ന പേരൻസ് ആണെങ്കിൽ ഒരു നല്ലൊരു സജസ്റ്റേഷൻ, അതായത് നല്ലൊരു മറുപടി നൽകുന്ന പേരൻസ് ആണെങ്കിൽ അവർ നമ്മളോട് തന്നെ പറയും, ഒരു പ്രശ്നവുമില്ല, അവരെല്ലാ പ്രശ്നവും പറയും. കേൾക്കുമ്പോൾ തന്നെ ആ മാഷ് ഇങ്ങനെ നുള്ളി ചെറിയ കുട്ടി പറയുമ്പോൾ ഞങ്ങളെ നുള്ളി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, മാഷ് നീ പഠിച്ചിട്ടാവില്ല, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ക്ലാസ്സിൽ, നീ എവിടെയെങ്കിലും കട്ട നോക്കി ഇരുന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് പറയുക. അങ്ങനെയല്ല, മറിച്ച് പിന്നെ അവർക്ക് പറയേണ്ട മനസ്സേ വരില്ല കുട്ടികൾക്ക്. അപ്പോൾ അവിടെയല്ല, അവരെല്ലാം ശ്രദ്ധിച്ച് ഓരോ പ്രായത്തിലും നമ്മൾ ശ്രദ്ധിച്ച് പോകാം. അതുപോലെ തന്നെ ടീനേജ് പ്രായം, ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറച്ച് പ്രായം കൂടുന്നുണ്ട്, 9 മുതൽ 13-14 വയസ്സല്ല ആ പ്രായം. അവിടെയൊക്കെ കൂട്ടുകാർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന പ്രായം. ഒരു 13 വയസ്സാകുമ്പോൾ ഒരു കുട്ടി ഓൾറെഡി ആ കുട്ടി ആയിക്കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കുട്ടികളിൽ ആ സമയത്താണ് പല പ്രശ്നങ്ങളും പേരൻസ് പറയാറ്. ഈ അടുത്ത കാലത്ത് ഒരു വലിയ സൈക്കാട്രിസ്റ്റ്, അദ്ദേഹം കുട്ടികളൊക്കെ സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. 6-7 വയസ്സിലെ കുട്ടി, അല്ലെങ്കിൽ 8 വയസ്സിലെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം
കണ്ടപാട് അധികം സംസാരിക്കാണ്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം വലിയൊരു ഫീസ് ഉണ്ട് ഇനി സംസാരിക്കുമ്പോൾ ഇതാക്കുമ്പോൾ അവരുമായി കൗൺസിലിംഗ് നടത്തുമ്പോൾ ഒക്കെ വലിയ ഫീസും കാര്യങ്ങളും. അപ്പോൾ കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര വാശി, കുട്ടിക്ക് ഭയങ്കര പിടിവാശി, വിചാരിച്ചാൽ തന്നെ നടക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇദ്ദേഹം ആദ്യം ചോദിച്ചത്, ഇവരോട് കാണുമ്പോൾ തന്നെ ചോദിച്ചത്, രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഈ കുറച്ച് കുട്ടി വലുതായിട്ടുണ്ട്. കാരണം ഒരു കുട്ടി മാത്രമുള്ള വീടുകളിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ കുട്ടിക്ക് ബാധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഒരുപാട് കുട്ടികൾ കൈകാര്യം നമുക്കറിയാം, മാജിക്കാരൊക്കെ നടത്തുന്നത് എന്താ, ഒരുപാട് ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കും. അതുപോലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന് മനസ്സിലാകും ഈ കുട്ടിക്ക് എന്താ പ്രശ്നം. അതേപോലെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതേപോലെ ഒരു കുട്ടി മാത്രമേ ഉണ്ടാകും വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഈ ടീനേജിൽ ആ പ്രായത്തിലാണ് നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനും കുട്ടി വാശിക്കാരിയാണ്, കുട്ടി പഠിക്കാത്തവളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോൾ 9 മുതൽ 13, 14 വയസ്സ് ആ വയസ്സുള്ള പ്രായത്തിലാണ് നമ്മൾ പറയുക, പല പരാതികളും പറയുക. പക്ഷേ അപ്പോഴേക്കും ഒരു കുട്ടി ഡെവലപ്പായി കഴിഞ്ഞു. 13 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി ഡെവലപ്മെൻ്റ് ആയിക്കഴിഞ്ഞു. ആ കുട്ടി എന്താണ് ആകേണ്ടത് ആയിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ സാധാരണ അധ്യാപകന്മാർ ഉദാഹരണം പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു മൈദ നമ്മൾ രാവിലെ വിചാരിക്കുകയാണ് ദോശ ആക്കണം, പക്ഷേ നമുക്ക് വെച്ചത് 10-നാണെങ്കിൽ അത് നടക്കും. അതുപോലെ നമ്മൾ രാത്രി തീരുമാനിക്കണം എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന്. രാത്രി ദോശ മാവാണെങ്കിൽ അരച്ച് റെഡിയാക്കി വെക്കണം. ഇനിയിപ്പോൾ മൈദ കിട്ടി, മൈദ ആണെങ്കിൽ അത് പൊറോട്ട ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങനെ. അതുപോലെ മുന്നേ തീരുമാനിച്ച് ഇതാക്കിയിട്ടാണ് നമ്മൾ രാവിലെ ഒരു ഡിന്നർ റെഡിയാക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ കുട്ടികൾ പിന്നെ നമ്മൾ വളരെ ചെറുപ്പത്തിലേ നമ്മൾ മനസ്സിലാക്കണം, ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കണം എന്താക്കണം, അവരെങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ഇതാക്കണം, ഓരോ പാരൻറ്റിങ്ങിൻ്റെ രീതി എങ്ങനെ നമ്മൾ പഠിച്ചിരുന്നാൽ നല്ലതാണ്. ഇപ്പോൾ പണ്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഇനിയും നമുക്ക് പഠിക്കേണ്ട ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കായിട്ടും ശ്രമിക്കായിട്ടുമാണ്. അതുപോലെ ആ ഒരു പ്രായത്തിൽ അവർക്ക് വാശിയുണ്ട്, അവർക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരു കാരണം നമ്മുടെ കുടുംബത്തിലൊക്കെ ഞാൻ പറയാറുള്ളത്, പൈപ്പ് തിരിക്കുമ്പോൾ മോശം വെള്ളം വന്നു. പൈപ്പ് തിരിക്കുമ്പോൾ മോശം വെള്ളം വന്നാൽ പൈപ്പിൻ്റെ പ്രശ്നമാണോ? അല്ല, ഇങ്ങനെ വരുന്ന പൈപ്പിൻ്റെ പ്രശ്നമാണോ? അല്ല, മറിച്ച് ആ ടാങ്കിലും എന്തോ പ്രശ്നമുണ്ട്. അതുപോലെ പല കുട്ടികൾക്കും വാശി കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, പറഞ്ഞാൽ കേൾക്കുന്നില്ല, വികൃതിയാണ്, അല്ലെങ്കിൽ അവിടെ കയറുന്നു, ഇവിടെ പോകുന്നു, കളിക്കാൻ പോയാൽ തിരിച്ചു വരുന്നില്ല രാത്രി. പലപ്പോഴും വളരെ മൂടിയിട്ട് വളരെ വീട്ടിൽ തന്നെ പഠിപ്പിച്ച കുട്ടികൾ കുറച്ച് പ്രായമായിട്ടാകുമ്പോൾ പുറത്തു പോകാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, എന്നെക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യമായ സമയത്ത് വളരെ പുറത്തു പോകുന്നതായിട്ടും വളരെ കൂടുതൽ സമയം വൈകിട്ടായി വീട്ടിലേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെന്താ പുറത്ത് ഭയങ്കരമായിട്ട് പിടിച്ച് വെച്ചിട്ട് ചെറുപ്പത്തിൽ കളിക്കാനൊന്നും അവരെ വിട്ടില്ല, കൂട്ടുകാരികൾക്കും വിട്ടില്ല. ഇത് ആ ഒരു പ്രായത്തിൽ 9 മുതൽ 13, 14 വയസ്സുള്ള പ്രായം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കുറച്ചും കൂടി കൂട്ടുകാരുടെ കൂടെയൊക്കെ വിടണം. കുറച്ചും കൂടി ഇപ്പോൾ അവരെന്നെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളും പോകാൻ തുടങ്ങി. 9 വയസ്സ് മുതലുള്ള കുട്ടികൾ തന്നെ വളരെ ചെറുപ്പത്തിലേ പോകുന്നുണ്ട്. പക്ഷേ 9 മുതൽ 12 വയസ്സ് 13 വയസ്സുള്ള പ്രായം അവർ കൂട്ടുകാരികൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. കാരണം നമ്മളെ കോള് കട്ടാക്കി ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നീ എന്താ എൻ്റെ കോള് കട്ടാക്കി, ഞാനിവിടെ കുബൈത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വിളിക്കും, അങ്ങനെയല്ല. നമ്മൾ ദുബൈയിൽ നിന്ന് വിളിക്കും, നമ്മൾ ആടുന്ന് വിളിക്കുമ്പോൾ അങ്ങനെയല്ല. മറിച്ച് അവർക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അവരെ കൂട്ടുകാർ. അവർ നമ്മളെക്കാൾ പറഞ്ഞാൽ കേൾക്കുന്ന സമയമാണ് കൂട്ടുകാർ. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കണം, ഒരു വില, ആ കൂട്ടുകാർക്ക് ഒരു വില കൊടുക്കണം. എന്തെങ്കിലും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് പല കാര്യങ്ങളിലും ഈ പ്രായത്തിൽ കുറച്ച് വലിയ കുട്ടിയാകുമ്പോൾ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ചില ആളുകൾ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുക്കുക, അതെന്ത് ഇട്ടാൽ അത് നല്ലതല്ലേ, അതിനായിട്ടില്ല, അതിന് വെയിറ്റില്ല, അതിന് നിറവില്ല, അങ്ങനെ പറയാം. മറിച്ച് അങ്ങനെയല്ല, ആ കുട്ടി തീരുമാനം എടുക്കേണ്ട സമയത്ത് അവരെ തീരുമാനം എടുക്കുന്നതിൽ അവർ പ്രോത്സാഹിപ്പിക്കണം. എന്താ നമ്മൾ ഏതായാലും ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്താൽ എന്താ, ഏതായാലും ഒരു വാച്ച് വാങ്ങിക്കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്താൽ എന്താ, ഏതായാലും ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കണം, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പോലത്തെ മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ എന്താ. നമ്മളെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ നല്ല മാർക്ക് കിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ വേണം ചെയ്യാം. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരാറുണ്ട്, ആ സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വീട് ഒരു ദിവസം ഞായറാഴ്ച ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു, അന്ന് ഒഴിവ് ദിവസമായിരുന്നു, പക്ഷേ വീട്ടിൽ അമ്മേനെ സഹായിച്ചു. പെൺകുട്ടിയാണെങ്കിൽ അമ്മേനെ ഒരുപാട് സഹായിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ആൺകുട്ടികളും ചെയ്യാം, അമ്മേനെ സഹായിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ഷർട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ പേര് വാങ്ങി കൊടുക്കുക, അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളുകളുണ്ട്. ഈ പ്രായത്തിൽ പ്രകടിപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുട്ടികളെ പ്രായം, നമ്മളെ മക്കളല്ലേ എത്ര വലുതായാലും. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കാണിച്ച എൻ്റെ മസിൽ, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നല്ലേ, മസിൽ പിടിച്ചിട്ട് പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹം. നമ്മളുടെ സമ്മാനം, നല്ലൊരു സമ്മാനം വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് കൊടുക്കുന്നില്ല, അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ അവസ്ഥ എന്താ, അതിൻ്റെ വാല്യൂ എന്താ? അതേപോലെ ആണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം. നല്ലൊരു സമ്മാനം വാങ്ങി വെച്ച് കൊടുക്കാതെ പോലെ പ്രകടിപ്പിക്കണം സ്നേഹം. ചുംബനം കൊണ്ടും നല്ല തമാശകൾ കൊണ്ടും കഥ പറയൽ കൊണ്ടും
കഥ പറയലൊന്നും ഇപ്പോൾ ഇന്നില്ലല്ലേ. നല്ല ചെറിയ ചെറിയ കുട്ടികൾക്ക് നമ്മൾ കഥ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികളുടെ മെമ്മറിയിൽ നമ്മളൊരു കഥ പറയുന്നു. വലിയൊരു കാടുണ്ടായിരുന്നു, ആ കാട്ടിലൊരു ആനയുണ്ടായിരുന്നു, ആനക്കൊരു കൊമ്പ് 2 കൊമ്പുള്ള ആനയായിരുന്നു. ആ 2 കൊമ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും അതിനെ പേടിക്കും, ഓടും, മരങ്ങളൊക്കെ അതിങ്ങനെ മുറിച്ചിടുമായിരുന്നു ആന കൊമ്പുകൾ. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു ചിത്രം അവർ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ കഥ ആസ്വദിക്കാൻ കഴിയുന്നതും അതുപോലെ ആ കുട്ടിക്ക് പിന്നീട് ഒരാൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതൊക്കെ എന്തുകൊണ്ടാണ് ആ ഒരു ചിത്രീകരണം, ആ ഒരു വീഡിയോസ് പോലെ ഒരു പതിപ്പിക്കുന്നുണ്ട് കുട്ടി സ്വയം സൃഷ്ടിക്കുന്നുണ്ട് അവിടെ. ഇന്ന് പല കാർട്ടൂണുകളും കൊണ്ട് നമുക്കത് നഷ്ടപ്പെടുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ പല മുത്തശ്ശിമാരും ഇല്ല ഇന്ന്, സീരിയൽ നോക്കിയിട്ട് ഇരിക്കാതെ അവർ നോക്കുന്നുമില്ല, ഇന്നും കഥ അറിയുന്നില്ല അവർക്ക്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കുട്ടി സ്വയം ഉണ്ടാക്കുകയാണ്. അവിടെ ഒരു ആനൻ്റെ പിക്ചർ, കൊമ്പുള്ള ആന, അതേപോലെ പിന്നെ കാട്, മറ്റു ജീവികൾ ഒക്കെ പറയുമ്പോൾ കുട്ടി ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഫോട്ടോ കുട്ടി സ്വയം ചെയ്യാണ്. കുട്ടിയുടെ നമുക്കറിയാം ഒരു ക്യാമറ സ്റ്റുഡിയോ പോലെയാണ് ബാക്ക് പ്രവർത്തിക്കുന്നത് പല കാര്യത്തിലും. അപ്പോൾ ഇവിടെ അതൊരു അവസരം ഉണ്ടായിരുന്നു കുട്ടിക്ക്, ഇന്നത് ഇല്ല. അതുപോലെ നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, ഈ ഒരു വായിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഇത് നൽകാൻ. പുസ്തകം വായിക്കാനും ഭയങ്കര മടിയുണ്ട്. അപ്പോൾ നല്ല കഥ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, ആരോഗ്യ മാസിക, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ, നല്ല കഥകൾ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ആ കഥകൾ വായിച്ച് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പുസ്തകം നിരവധിയായിരിക്കും. അപ്പോൾ എൻ്റെ പുസ്തകം പോലും എടുത്ത് വായിക്കും എൻ്റെ കുട്ടികൾ. കാരണം എന്താ, കഥകൾ വായിച്ച് ഇഷ്ടപ്പെട്ടവർക്ക് അപ്പോൾ ഏതെങ്കിലും പുസ്തകം കിട്ടിയാൽ കുറച്ച് നേരം വായിക്കാം എന്ന് അവർക്ക് തോന്നും. അവർ ടെൻഡൻസി ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. പിന്നെ മാതാവും പിതാവും കുറച്ച് വായിക്കുന്നവരും പഠിക്കുന്നവരും നല്ല ക്ലാസ്സുകൾ കേൾക്കുന്നവരൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ടെൻഡൻസി കൂടും. അതുപോലെ കൂട്ടുകാരികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവർ അനുവദിക്കുക, കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷേ പകൽ സമയത്ത് അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ, ഇന്നാളുടെ വീട്ടിൽ നമ്മൾ വിളിച്ച് ചോദിക്കുക, അന്നാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആളുണ്ട്, ഓക്കെ, അപ്പോൾ അയക്കാം. ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ വേണ്ടി ഇപ്പോൾ നമ്മൾ അയക്കാറുണ്ട് കുട്ടികളെ, അയക്കാം. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ ചേർന്ന് അവർ പോകുമ്പോൾ എല്ലാ കുട്ടികളും പോകുമ്പോൾ അവർ പറയൽ എങ്ങനെയാണ്, എൻ്റെ ആ കുട്ടി പോകുന്നു, ഈ കുട്ടി പോകുന്നു. പലപ്പോഴും നമ്മൾ മക്കൾ സ്കൂൾ കട്ടാക്കുന്ന എപ്പോഴാണ്, തൻ്റെ കൂട്ടുകാരി പോകാതിരിക്കുമ്പോഴാണ് കട്ടാക്കുന്നത്. കൂട്ടുകാരിക്ക് പനി കൊണ്ട് ഞാൻ പോകുന്നില്ല, നമ്മൾ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് കുറ്റി കിട്ടിയിട്ട് നമുക്ക് പണ്ടലൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇന്ന് തല്ലാനും പറ്റില്ല, തല്ലേണ്ട ആവശ്യമില്ല. പണ്ടത്തെ അവസ്ഥ അങ്ങനെയാണ്. പണ്ട് തച്ചാലും നമ്മൾ ഉപ്പല്ല നമ്മൾ കേൾക്കും. ഇന്ന് തച്ചാൽ ചിലപ്പോൾ പോയിട്ട് പരാതിയും പറയും. അങ്ങനെയുണ്ട് ഇന്നത്തെ കാലഘട്ടം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പറയാം ന്യൂ ജനറേഷൻ, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന ഇതാക്കാൻ വേണം. അല്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോയി പോകും, അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചന്മാരും, നമ്മൾ ഇപ്പോൾ പുതിയ ജനറേഷനിൽ പറയുക തന്ത വൈവ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവരെക്കുറിച്ചും ക്ലാസ്സിനെക്കുറിച്ചും കുട്ടികളുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചും ഇപ്പോൾ നമുക്കറിയാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സ് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ നമുക്കറിയാം എന്തെങ്കിലും മൂവിക്കോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പോയാൽ നമ്മൾ കൂക്കൽ എപ്പോഴാണെന്ന് വെച്ചാൽ സീന് പാങ്ങില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സമയത്തായിരിക്കും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നൊക്കെ സിനിമ ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നായകൻ വരുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട നായിക വരുമ്പോൾ വെച്ച് കൂക്കലും കൂക്കുവിളിയും വാർത്തവിളിയും പണ്ടൊക്കെ. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം, എന്ത് അവസ്ഥ മാറുന്നുണ്ട്, പുതിയ പഠന രീതി എങ്ങനെ, കുട്ടികളുമായി ഇടപെടൽ, പുതിയ കുട്ടികൾ എങ്ങനെ. കാരണം നമുക്കറിയാം നമ്മളെ ഈ മൊബൈലിൻ്റെ ഇലക്ട്രോണിക്കിൻ്റെ ഉപകരണങ്ങൾ, നമ്മളെ മൊബൈലിൻ്റെ ബാറ്ററിയൊക്കെ പണ്ട് തെങ്ങിൻ്റെ അടിക്കിട്ട് ആ തെങ്ങിന്ന് തേങ്ങ പറിച്ചിട്ട് അതിൽ നിന്ന് കറി ഉണ്ടാക്കിയിട്ട് ആ തെങ്ങിനെ വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ പൊണ്ടം കുടിച്ചിട്ട് അങ്ങനെ വളരുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ ടെക്നോളജിയിൽ അവർക്ക് ഇതുണ്ടാവും, മൊബൈലിൽ ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും. മൊബൈൽ നോക്കണം, ഗെയിം നോക്കണം, മൊബൈലിൽ വീഡിയോസ് ചെയ്യണം, അങ്ങനെ പല ടെൻഡൻസികളുണ്ടാവും. അതുപോലെ അതിനൊക്കെ ചിലതിനൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കുക. കുറച്ച് പ്രായമാകുമ്പോൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുക കഴിയുന്നെങ്കിൽ. അതുപോലെ കൂട്ടുകാർ പുറത്ത് പോകാൻ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ കളിക്കാൻ വിടാത്ത ആളുകളുണ്ട്. ആൺകുട്ടികൾ മൊത്തത്തിൽ നമ്മൾ കളിക്കുമ്പോൾ ഒരുപാട് പഠനങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ നമ്മൾ കുട്ടികളെ കളിക്കാൻ അയക്കാനും മറ്റൊരു കുട്ടികളെ കൂടെ കളിക്കാൻ അയക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ അവിടെ നിന്ന് അവൻ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുക. ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ പോയാൽ, ചില ഫ്ലൈറ്റിൽ തന്നെ, ഇപ്പോൾ പ്രവാസികൾ നമ്മൾ ഫ്ലൈറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് നിൽക്കാൻ സമയത്ത് ആളുകൾക്ക് ബാഗ് എടുക്കലായി എണീക്കലായി നിൽക്കാനായിട്ടില്ല. ഒന്നിങ്ങനെ ആ റൺവേ എത്തിയത്ര അപ്പോഴേക്കും മലയാളികൾ പ്രത്യേകിച്ച് ആ റൺവേയിൽ ഇങ്ങനെ എത്തുമ്പോൾ, ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ആകുമ്പോൾ തന്നെ ആളുകൾ എണിച്ചൊന്ന് ബാഗെല്ലാം എടുക്കലായി. കാരണം പോകാനായിട്ടില്ല, നിന്നിട്ട് കുറച്ചുകൂടി അതിനപ്പുറം തിരിയാനുണ്ട്, കുറച്ച് പോകാനുണ്ട്, സ്റ്റഡി നിന്നിട്ട് പോയില്ല ഫ്ലൈറ്റ്. അപ്പോൾ അതൊരു തിരക്ക്, ആളുകൾക്ക് ഒരു കാത്തു നിൽക്കേണ്ട സമയം, 2 മിനിറ്റ് നിൽക്കേണ്ട സമയം മനുഷ്യന്മാർക്കില്ല. പലപ്പോഴും റോഡ് ക്ലോസ് ചെയ്താൽ ട്രെയിൻ ക്ലോസ് ചെയ്താൽ നിൽക്കേണ്ട സബൂറില്ല, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ വരാറുണ്ട്. പക്ഷേ സബൂറില്ല ആളുകൾക്ക്, അധികം ക്ഷമയില്ല. പക്ഷേ ഈ ക്ഷമ എന്ന വലിയൊരു പാഠം ഈ കുട്ടി കളിയിലൂടെ പഠിക്കുന്നുണ്ട്. തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന പാഠം. കാരണം കളിക്കാകുമ്പോൾ തന്നെ ബോൾ കിട്ടണം, ഓൺ ചെയ്തിട്ട് ഒരു ഓവർ, നീ അടുത്ത ഓവർ നീക്കി ചെയ്യാം, അപ്പോൾ കുറച്ച് നേരം കാത്തുക്കും. അപ്പോൾ അതുപോലെ ബാറ്റ് ചെയ്യുമ്പോൾ
ഓൻ ഔട്ടായിട്ട് എൻ്റെ നിൽക്ക് കയറാം, അല്ലെങ്കിൽ ഇന്നാൾ ഔട്ടായിട്ട് നല്ല കളിക്കുന്നവൻ ആദ്യം കയറ്റും. നമുക്കറിയാം ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, നല്ല നല്ല കളിക്കുന്നവൻ ആദ്യം കയറ്റും. പിന്നെ നീ ഇപ്പോൾ നീ കളിക്കോ. അങ്ങനെ അവൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന ഇത് പഠിക്കുന്നുണ്ട്, ആ ഡിസിപ്ലിൻ. അത് അവിടെ വെച്ചാൽ പഠിക്കുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോയാൽ കാത്തു നിൽക്കാൻ സമയമില്ല, ഡോക്ടറെ കാത്തതിന് മടങ്ങി വരും. ഒരിക്കൽ ആ ഡോക്ടർ എത്ര കാത്തു നിൽക്കല്, വേറെ പോലത്തെ പോകാൻ. അവിടെ കാത്തു നിൽക്കുക എന്നത് പഠിക്കുന്ന ഇവിടുന്ന് ഈ കളി സ്ഥലത്ത് നിന്ന് അവൻ പഠിക്കുന്നുണ്ട്. അതുപോലെ സംഘം ചേരുക എന്ന കാര്യം നമുക്കറിയാം, ഒരു സംഘം ചേരുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സംഘം ചേരുന്നതിന് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സംഘമായി ചെയ്യുമ്പോൾ നമ്മളൊരു സൊല്യൂഷൻ കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ 4 ആളോട് പറയുമ്പോൾ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ വരും. അതുപോലെ സംഘം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂട്ടമായി നിൽക്കുക, ഒരു യാത്രാ സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു നേതാവിനനുസരിക്കുക, ഒരു കൂട്ടായി നിൽക്കുക, ഒന്നിച്ച് നിൽക്കുക എല്ലാവരും. അതൊക്കെ കുട്ടി പഠിക്കുന്നപ്പോൾ ഈ കളിക്കുന്നിടത്ത് ഒരു ടീമായിട്ട് 7 ആളൊരു ടീം, 8 ആളൊരു ടീം, 8 പേര് ഒരു ടീമിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഒരാൾ ഫുട്ബോളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, നീ പാസ് ഓൻ കൊടുക്കണം, നീ ബാക്ക് കളിക്കണം, നീ ഫ്രണ്ട് കളിക്കണം. അപ്പോൾ ഒരു സംഘം ചേർന്ന് പ്രവർത്തിച്ചാലേ വിജയിക്കൂ എന്നുള്ള ആ ഒരു പാഠം അവിടെ ആ കുട്ടി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആ കളിയിലൂടെ. നമ്മൾ കാണുമ്പോൾ ഇവരിങ്ങനെ കളിച്ച് ഈ വെയിലത്ത് ഇവർക്ക് ഈ വെയിലും കൊണ്ട് ഇങ്ങനെ കളിക്കുന്നു, കുറച്ച് തണലത്ത് പോയി കളിച്ചുകൂടെ. അവരാ ഭയങ്കര എനർജിയിൽ അവർക്ക് അത്ര പേർത്ത് കുറച്ച് കളിച്ച് കുറച്ച് കറക്കുന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. കറുപ്പിനും വെളുപ്പിനൊന്നും ശരിക്കും അവരെ ഹൃദയത്തിൻ്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം. അത് നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ച് കറുപ്പുണ്ടെങ്കിൽ തന്നെ പ്രകൃതി ദൈവം നമുക്ക് നൽകിയതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് മോശം പറയാതെ സുന്ദരനാണ്, നല്ല കുട്ടിയാണ്, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നിനക്ക് നല്ല കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനാണ് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത്, അവരുടെ കഴിവുകൾ. അതുപോലെ ചില കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചില കുട്ടികൾക്ക് ഭയങ്കര വ്യത്യസ്തമായ കഴിവുകളുണ്ടാകും, പ്രോത്സാഹിപ്പിക്കാൻ. ചില ആളുകൾ വരക്കാൻ, ചില ആളുകൾക്ക് എഴുതാൻ, ചില ആളുകൾക്ക് നല്ല ചിത്രം വരക്കാൻ, ചില ആളുകൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ. ഭാഷ ബെറ്റർ, എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ബെറ്റർ ആകുന്നത്. ചില ആളുകൾ ചിലതാണ് ഇഷ്ടം, ബെറ്റർ ഭാഷ കൈകാര്യം ചെയ്യും. ഹിന്ദി സംസാരിക്കും, തമിഴ് സംസാരിക്കും, അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ. അവൻ വീഡിയോ ഒക്കെ കണ്ട്, കാർട്ടൂണുകളൊക്കെ കണ്ട് നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെയുള്ള വീഡിയോ, നീ അങ്ങനത്തെ വീഡിയോ കണ്ടോ, കുറച്ച് നേരം മൊബൈൽ നോക്കുന്നില്ല, ഏതായാലും കുറച്ച് ഭാഷയും കൂടി പഠിക്കട്ടെ, ഏതായാലും മൊബൈൽ നോക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇതങ്ങോട്ട് പാസ് ചെയ്യാണ്, ഇങ്ങനെയുള്ളത് കണ്ടോ, അപ്പോൾ അതാണ് നല്ലത്. പക്ഷെ നമ്മൾ പോലും അറിയാതെ, അവർ പോലും അറിയാതെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ, ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടോ, അപ്പോൾ അവർക്കൊരു ടെൻഡൻസി വരും, എന്നാൽ മൊബൈൽ കിട്ടിയത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാർട്ടൂണുകൾ കാണുമ്പോൾ അവർ ഭാഷകൾ പഠിക്കും. അങ്ങനെയുള്ള കഴിവുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും ഭാഷ ആരോടും പറയുമ്പോൾ വലിയവരോട് സംസാരിക്കലാം, അങ്ങനെയല്ല, മറിച്ച് വലിയവരോട് സംസാരിക്കുമ്പോൾ ഇന്ന രീതിയിൽ സംസാരിക്കണം. പലപ്പോഴും കാരണങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് കേൾക്കണം, പഠിക്കണം, നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ പറയുമ്പോൾ യോൻ പറഞ്ഞ് കേൾക്കുന്നു, അല്ലെങ്കിൽ യോനാരിത് പറയാൻ, അങ്ങനെയല്ല, മറിച്ച് അവിടെ നമ്മൾ പറയേണ്ടത്, നിങ്ങൾക്ക് മക്കളുണ്ട്, കുട്ടികളുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ. എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം? ഇത് പഠിച്ചാൽ മാത്രം നല്ല പാരൻറ്റിങ് കിട്ടും. നിങ്ങളെ നാളെ വൃദ്ധസദനത്തിലേക്ക് അയക്കാതിരിക്കാൻ, നിങ്ങളെ നാളെ മാതാപിതാക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, അല്ല മക്കളാൽ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, നിങ്ങളെ വീട്ടിൽ നാട്ടിൽ പുറത്താക്കാതിരിക്കാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ, ശരിയാണ്, അപ്പോൾ ഇതൊക്കെ നാളെയോ എൻ്റെ എൻ്റെ ജീവിതത്തിൽ വരുമോ, പ്രവാസികളാണോ നിങ്ങൾ, എങ്കിൽ നിങ്ങളിത് കേൾക്കണം എന്ന് നമ്മൾ ചില യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. പ്രവാസിയാണ്, നിങ്ങൾ കേൾക്കണം, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്, പുറത്താക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കുക, എന്താക്കണ്ടപ്പോൾ പുറത്താക്കാതിരിക്കാൻ? നിങ്ങൾ നല്ലൊരു ഭർത്താവാകണം, നല്ലൊരു ഭർത്താവാകണം, നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് പിന്നെ പറയും. പക്ഷെ ആദ്യം പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ കുട്ടികളോട് പറയുമ്പോൾ അവിടെ പോകരുത്, ഓൻ്റെ കൂടെ ചേരരുത് എന്ന് പറയുന്നതിന് പകരം അവൻ ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ പോകരുത്, അല്ലെങ്കിൽ ആ സ്ഥലം, ഇത്തിരി ബടക്ക് പിടിച്ച സ്ഥലം, ഇത്തിരി കുറ്റക്കെട്ട കുട്ടികളൊക്കെ കൂടുന്ന സ്ഥലം, അവിടെ പോകരുത്. ഇന്ന ടാക്കീസ്, അവിടെ ഇത്തിരി മോശപ്പെട്ട പടങ്ങൾ കളിക്കുന്ന ടാക്കീസ്, അവിടെ പടത്തിന് പോകരുത്. അതേപോലെ ഇന്ന സ്ഥലത്തേക്ക്, ആ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയാൽ ഇപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, കുട കൊണ്ടുപോകണം എന്ന് പറയുന്നതിന് കുട എടുത്തോ എന്ന് രാവിലെ പറയാം. അങ്ങനെയല്ല, മഴ വരാൻ സാധ്യതയുണ്ട്, വാർത്തയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് കുട എടുത്തോ എന്ന് പറഞ്ഞാൽ കുട എടുക്കും. മറിച്ച് കുട എടുത്തോ, മഴ പെയ്യും കുട എടുത്തോ, അങ്ങനെയല്ല. ഓരോ ചാൻസ്, അവിടെ പോയാൽ ഇടി പറ്റും, അല്ലെങ്കിൽ മിന്നലേറ്റും, മിന്നൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ കുറുക്കനും നായൊക്കെ നടക്കുന്ന പുറത്തൊക്കെ കാടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് രാത്രി പോകാനൊക്കെ കുട്ടികൾ അവിടെ ആ വൈകി അത്ര പോരാ, നീ ഇത് ഇപ്പുറത്തേ പോയിക്കോ, ഈ വഴിയാണ് നല്ലത്, ഈ വഴി പോകുമ്പോൾ അത്ര പ്രശ്നമില്ല, സേഫ്റ്റാണ് കുറച്ച് എന്ന് പറഞ്ഞു കൊടുത്താൽ. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞു, കളിയുമായി ബന്ധപ്പെട്ട് കളിക്കാനൊക്കെ അത്യാവശ്യമാക്കണം. വീട്ടിലടിച്ചിട്ട് പോയിട്ട് പ്രത്യേകിച്ച് ആൺകുട്ടികളൊന്നും അങ്ങനെ വളർത്തരുത്. ഓരോ കൂടെ കളിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, ക്ഷമയും സഹനവും, പിന്നെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കേണ്ട കാര്യങ്ങളും, അതുപോലെ എന്തുകൊണ്ട് കൂട്ടം ചേരണം, കൂട്ടത്തിൽ ഇതാക്കണം, അതുപോലെ നല്ല അച്ചീവ്മെൻറ്റുകൾ, നല്ല പ്രവർത്തനത്തിന് നല്ലൊരു കൂട്ടായ ബലം, എന്തൊക്കെ ബലം നൽകും ഒരു കൂട്ടം കൂടിയാൽ, നമ്മൾ ഒരു കൂട്ട് കൂടിയാൽ, ഒരു 7 പേർ ചേർന്നാൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും നമ്മളങ്ങനെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും
കെയർ ആയിരിക്കുക. ഓരോ വിഷയത്തിലും നമ്മൾ പഠിക്കുക. ഏത് പ്രായമാണോ നമ്മുടെ കുട്ടിക്കുള്ളത് അതിനനുസരിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുക. അതുപോലെ ജെമിനിയൊക്കെ ചോദിച്ച് നമ്മൾ പഠിക്കുക. ഇന്ന പ്രായത്തിൽ കുട്ടിക്ക് എന്താണ് നൽകേണ്ടത്, എങ്ങനെയാണ് സജഷൻസ് നൽകുന്നത്, കുട്ടിയുടെ വാശി, കുട്ടിയുടെ ഓരോ കാര്യങ്ങളും ഓരോന്നും അങ്ങനെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കുട്ടികളുടെ ഇടയിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ നല്ല വായനയുള്ളവർ നല്ല പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് സമയം രാത്രിയൊക്കെ നേരത്തെ ഇപ്പോൾ പലപ്പോഴും പല മാതാക്കൾ പരാതി രാവിലെ എണീക്കുന്നില്ല. പക്ഷെ അവരെ വിളിച്ച് എണീപ്പിക്കുന്ന രീതി തന്നെ തെറ്റാണ്. വിളിച്ച് അടിച്ച് കുത്തി വേണിക്ക് അങ്ങനെയല്ല, മറിച്ച് നല്ല സമാധാനം എണീക്കുമ്പോൾ നമുക്കറിയാം. പല കുട്ടികളോടും ഞാൻ ചോദിക്കാറുണ്ട് ഈ കാര്യം, എങ്ങനെ ഉമ്മ നിന്നെ വിളിപ്പിക്കൽ, അച്ഛനും അമ്മയും നിന്നെ എങ്ങനെ രാവിലെ വിളിക്കൽ. പല കുട്ടികളോടും ഞാൻ ഇങ്ങനെ ചോദിക്കും, വളരെ കൗതുകത്തോടെ വളരെ രസത്തോടെ ചോദിക്കും. അപ്പോൾ അവർ പറയും, അയ്യോ ഇക്കാക്ക ഓർമ്മിപ്പിക്കല്ലേ. നമ്മൾ പറയാമല്ല, അയ്യോ അതുമാത്രം പറയല്ലേ, അതുപോലെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് അറിയാം. എന്തറിയോ, അപ്പോൾ അവർ വിളിക്കുന്ന രീതി തന്നെ അങ്ങനെയാണ്. അത് നേരെ മറിച്ച് നല്ല സമാധാനത്തിൽ ശാന്തിയിൽ വിളിച്ചെണിപ്പിക്കുക. ഞാനിങ്ങനെ കുച്ചു ആക്കുമ്പോൾ ഞാൻ പറയും കുട്ടികളോട്, അങ്ങനെ മോളെ അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ മുഖം പിടിച്ചെണിക്കാൻ നല്ല രാത്രി ഇത്ര നേരം ഉറങ്ങിയില്ല, രാത്രി വേണം നേരത്തെ ഉറങ്ങിക്കോ. അങ്ങനെ നേരത്തെ ഉറങ്ങാനും നമ്മൾ വീടുകളിൽ അങ്ങനെ സജ്ജാക്കണം. നേരത്തെ ഉറങ്ങാനും അവർ നേരത്തെ എണീക്കാനും. അതുപോലെ ഈ അടുത്ത കാലത്ത് വലിയൊരു IAS നേടിയ ഒരു പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഉറങ്ങാതെ എൻ്റെ മാതാവ് ഉറങ്ങാറില്ല. ഭയങ്കര ഞാൻ ചിന്തിച്ച വാക്കാണത്. കാരണം നമ്മളെ കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു പരീക്ഷയൊക്കെ സമയമാകുമ്പോൾ നമ്മളും കൂടി കുറച്ചും കൂടി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടി നേരത്തെ എണീക്കുക, അവർക്ക് വേണ്ടി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഒരു ഫ്ലാസ്കിലാക്കിയിട്ട് കുറച്ച് കട്ടൻ ചായ ഒരു ചായ കൊണ്ട് കൊടുക്കുക, ഒരു ചായ വെക്കുക. പലപ്പോഴും പല തോന്നലാണ്. അതുപോലെ ഈ പഠിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് വ്യായാമങ്ങളാണ് കുട്ടികൾ പഠനവും പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഒറ്റ മിനിറ്റ്. അപ്പോൾ വലിയ വലിയ വിജയങ്ങൾ അവർ നേടണമെങ്കിൽ നമ്മൾ ചെറിയ എഫക്റ്റുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ചെയ്യണം. ഇപ്പോൾ പഠിക്കുമ്പോൾ 4:30 എണീച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 4:30 എണീച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ അവർക്കൊരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവരെന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത്ര സമയം പഠിക്കുക, അരമണിക്കൂർ വായിക്കുക, അരമണിക്കൂർ പഠിക്കുക, എന്നിട്ട് കുറച്ച് നേരം മൊബൈൽ നോക്കാം. ഒറ്റ ഇരുന്ന് പഠിത്തമല്ല, മറിച്ച് അതാണ് ബ്രെയിനിന് ആവശ്യം. ബ്രെയിൻ എങ്ങനെ പഠിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ പഠിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ്, കുറച്ച് മൊബൈൽ നോക്കി, പിന്നെ ഒരു അരമണിക്കൂർ പഠിക്കുക. അതിന് ഇടയ്ക്ക് കൃത്യമായി വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുക കുട്ടികളെ. ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിക്കണം അത്. വെള്ളം കൃത്യമായി കുടിക്കാൻ. ഒരു കപ്പ് വെള്ളം രാവിലെ എണീച്ച പാട് വെറും വയറ്റിൽ പലരും വെള്ളം കുടിക്കാറില്ല. നമ്മൾ ശ്രദ്ധിച്ച് കുടിപ്പിക്കണം അപ്പോൾ രാവിലെ വെള്ളം. അതുപോലെ വെള്ളം പൊത്തിൻ്റെ ബോട്ടിൽ നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കണം അവിടെ. അതുപോലെ നമ്മൾ എടുക്കും കുറച്ച് വലുതായിട്ട്. അങ്ങനെയല്ല, പഠിക്കുന്ന കുട്ടികളുടെ നമ്മൾ ചെയ്ത എന്താ പ്രശ്നം, ഇതൊക്കെ അവർ ഓർക്കും. ഇതൊക്കെ തിരിച്ചു വരാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ വീട്ടിലൊരു കൂട്ടുകാരൻ വരുമ്പോൾ നമ്മൾ നല്ല പാലം കെയർ ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്താൽ നല്ല എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുത്ത് അവർക്ക്, അല്ലെങ്കിൽ നല്ലൊരു സ്വീകരിച്ച് നല്ല നാരങ്ങ വെള്ളം നമ്മൾ വീട്ടിലുള്ള എന്തോ നല്ല നാരങ്ങ വെള്ളം എടുത്ത് കൊടുത്ത് അവർക്ക്, നല്ല വെള്ളമായി കൊടുത്ത് നല്ല വാങ്ങി മുണ്ടി, എന്ത് മോനെ പേര്, ഏടെ മോളെ എന്ത് പേര്, ഉപ്പ എന്താക്കുന്നു, ഉമ്മ എന്താക്കുന്നു, എന്ത് പണി പകല ചോദിച്ച് അവിടെ ഇരിക്കും മോളെ, കളിക്ക് രണ്ടാൾ വിഷയാക്കി, ഞാൻ ഇപ്പോഴുണ്ട്, ഞാൻ വെള്ളം കലക്കിട്ട് കൊണ്ടുകൊടുത്ത് നല്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാകുമ്പോൾ പിന്നെ വരുന്ന PNW ആയിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ. എന്നാൽ അവന് നമുക്ക് ഓർമ്മ ഉണ്ടായില്ല, അവന് നമ്മളെ മറന്നിട്ടുണ്ടായില്ല. ബാക്കാടെ പോകുന്നു, ഞാൻ പൊരക്കേക്ക് മോനെ ഞാൻ കൊണ്ടാക്കാം കയറ്. അപ്പോൾ അതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരാനുണ്ട്. അതുപോലെ 4-5 കുട്ടികൾ കൂടുന്നത് അവൻ പറയും. ചിലപ്പോൾ നമ്മളെ കുട്ടി ഒന്ന് വഴിതെറ്റാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവൻ പറഞ്ഞു തരും, നിൻ്റെ ഉപ്പ എത്ര നല്ല മനുഷ്യൻ, അങ്ങനെ ഇതാക്കല്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും ചിലപ്പോൾ. അപ്പോൾ നല്ല പാങ്ങിൽ അവരുടെ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും നല്ല പാങ്ങിൽ പെരുമാറാം. നമ്മളെ മക്കളോട് എങ്ങനെയാണോ, ഇപ്പോൾ പല കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ മോളെ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കും ഞാൻ, മറ്റാരെ കൂട്ടിയിട്ട് പോയാലും. അതുപോലെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ, മുട്ടായോ ചോക്ലേറ്റ്, എന്തിപ്പോൾ അതിന് എത്ര പൈസ ഒരു ചോക്ലേറ്റ് മുട്ടായി മേടിക്കാം. നമ്മളെ മക്കളെ കെയർ ചെയ്യുമ്പോൾ അവരെ കൂട്ടി നമ്മൾ കെയർ ചെയ്യാൻ സാധിക്കണം. നമ്മൾ വിരുന്നൊക്കെ വന്നാൽ, കൂട്ടുകാരികൾ വന്നാൽ, അതിപ്പോൾ നോമ്പ് തുറക്ക് ക്ഷണിച്ചാൽ, അങ്ങനെയൊക്കെ. അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ വെള്ളം കുടിക്കാനും, സമയത്തിന് വെള്ളം കുടിക്കാനും, ഭക്ഷണം നമ്മൾ ശീലിപ്പിക്കണം. വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കണം. അതൊക്കെ അരമണിക്കൂർ വായിക്കുക, അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. പിന്നെ ഇതുപോലത്തെ ക്യൂബുകൾ ഇത് നേരാക്കാൻ അറിയണമെന്നില്ല കുട്ടികൾക്ക്, മറിച്ച് വാങ്ങിക്കൊടുക്കണം. അത് കൃത്യമായി ഇങ്ങനെ തിരിച്ച് ഏതെങ്കിലും ഒരു കളർ നേരാക്കട്ടെ, അല്ലെങ്കിൽ വെറുതെ നേരാക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ കുറച്ച് നേരം. അപ്പം ബ്രെയിൻ നല്ല പ്രവർത്തിക്കും, നമുക്കറിയാം. അപ്പം ഇത് 3 മിനിറ്റ് 2.5 മിനിറ്റ് കൊണ്ട് ഞാൻ നേരാക്കും, നമ്മൾ പ്രാക്ടീസാണ്. അപ്പോൾ ഇത് അങ്ങനെ അവർ ചെയ്യണമെന്നില്ല, മറിച്ച് അവർ നേരാക്കാൻ ശ്രമിക്കുക. അതുപോലെ വ്യായാമങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ജിം എന്നൊക്കെ പറയുന്ന വ്യായാമങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. നെറ്റിലൊക്കെ നോക്കിയാൽ നിരവധി വ്യായാമങ്ങൾ കാണാം നിങ്ങൾക്ക്. പക്ഷേ ഇതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുറച്ച് നേരം വായിക്കുക, കുറച്ച് നേരം പഠിക്കുക, കുറച്ച് ഇതൊക്കെ ചെയ്യുക, കുറച്ച് മൊബൈൽ നോക്കുക, അങ്ങനെ. അതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കൈ ഇങ്ങനെ റൊട്ടേറ്റ്, ഇത് പ്രാക്ടീസ് ആക്കേണ്ടി വരും കുറച്ച്. അതുപോലെ ഇതിങ്ങനെ ആക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ, അങ്ങനെ വേണ്ട,
ഇങ്ങനെ പല വ്യായാമങ്ങളുണ്ട്, ബ്രെയിൻ ജിമ്മുകൾ, അത് ചെയ്യാം. അതുപോലെ ബ്രീത്ത് ഔട്ട്, അത് രാവിലെ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ. ബ്രീത്തിങ് ഇത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് പലതും നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നു, മോശമൊക്കെ ഞാൻ പുറത്തേക്ക് കളയുന്നു. നല്ല നല്ല വിദ്യാഭ്യാസങ്ങൾ, നല്ല സ്വഭാവങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു, മോശമൊക്കെ പുറത്തേക്ക് കളയുന്നു. അങ്ങനെ പല ബ്രെയിൻ ജിമ്മുണ്ട്. ഒരു കറുത്ത വള്ള പുകയായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇരുന്നു, പലരും അങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ. കറുത്തൊരു പുക പോലെ മോശമെല്ലാം പുറത്തേക്ക് കളയുന്നു. അങ്ങനെ നല്ല അതൊക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ശ്രദ്ധ കിട്ടും, കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കും. അങ്ങനെ പല വ്യായാമങ്ങളുണ്ട്. അതുപോലെ ഓർത്തു വെക്കാനുള്ള പല ടെക്നിക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ പഠിച്ച് അതൊക്കെ കുട്ടികൾ എങ്ങനെ ഓർത്തു വെക്കണം, ചില സ്ഥലത്തുകൾ ചെറിയ ഒരു കഷ്ടപ്പെട്ട വാക്കുകൾ, കഷ്ടപ്പെട്ട വിഷയങ്ങൾ രാത്രി വായിക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെ വലിയ ഉറക്കമില്ല. സാധാ മൈൻഡ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട വിഷയങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസമില്ല വിഷയങ്ങൾ അവസാനം രാത്രി കിടക്കുന്ന സമയത്തൊക്കെ വായിച്ചിട്ട് കിടക്കാൻ പറയാം. അതുപോലെ അവർ ചെറിയ കിട്ടാത്ത വിഷയങ്ങൾ, വലിയ സെൻറ്റൻസ്, വലിയ പാട്ടുകളൊക്കെ പഠിക്കണം. അത് വലിയ സെൻറ്റൻസുകൾ പഠിക്കണമെങ്കിൽ ചെറിയ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് റൂമിൻ്റെ പല ഭാഗത്ത് ഒട്ടിക്കാൻ പറയാം, പല മോഡിഷനായിട്ട്. എന്നിട്ട് വെറുതെ അത് വായിക്കണ്ട, വെറുതെ ഇങ്ങനെ കണ്ടാൽ മതി. അതാണ് ബ്രെയിനിൻ്റെ പ്രത്യേകത. അത് കണ്ടാൽ ഓർമ്മ വരും, പഠിക്കും. അതുപോലെ പരീക്ഷ ഹാളിൽ ഒരു പഠനങ്ങൾ പറയാറുള്ളത്, പരീക്ഷ ഹാളിൽ പോലും ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ആ ഒട്ടിച്ച പേപ്പർ ചിന്തിച്ചാൽ പോലും ആ കുട്ടിക്ക് ആ വിഷയം, ആ സെൻറ്റൻസ് കൃത്യമായി ഓർമ്മ വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പരീക്ഷിച്ച് നോക്കാം. നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, പരീക്ഷിച്ച് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നിരവധിയുണ്ട്. ഗൂഗിളിലും യൂട്യൂബിലും ജെമിനിയിലൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ കാര്യം പ്രാക്ടീസ് ചെയ്യുക, നോക്കുക, പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ശരിയാണോ എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പലതും ഞാൻ പറയാറുള്ളൂ. എനിക്ക് ഉറപ്പില്ല കാര്യങ്ങൾ. അതിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും പറയുക, വീഡിയോ ചെയ്യുക എന്നല്ല ഉദ്ദേശം. മറിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് കുട്ടികളുമായി പഠനവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ വലിയ ആളുകൾ പറയുന്ന വിഷയങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ഇതാക്കിയാണ് ഈ സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം പറയാനും കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നല്ലൊരു പാരൻറ്റിങ് ആകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം